ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്വർമേളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കണ്ടില്ലെങ്കിൽ താഴെ പോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെല്ലൈക്കൺ വരും, ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇന്ന് നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ GTA 5 സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റിലും സ്വർഗത്തിലേക്കുള്ള വഴി ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ് കേട്ടോ. നമുക്ക് നോക്കാം. മാപ്പിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് വാളൊക്കെ പിടിച്ചോണ്ട് പോവാം. സ്വർഗത്തിലേക്കുള്ള വഴി എനിക്കറിയില്ല ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇതാണെന്ന് തോന്നുന്നു. കോണിപ്പൊടിയൊക്കെ വരുന്നില്ല. അപ്പോ ഇതാ ഇവിടെ എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 100 കിലോമീറ്ററും. 100 കിലോമീറ്ററാ ഇതാ മുകളിലേക്കാ. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മൾ കേറുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടിരുന്നാൽ മതി. ഓക്കെ, കേറിയിട്ടുണ്ട്. അപ്പോൾ എത്ര കിലോമീറ്റർ കയറി നമ്മൾ അറിയോ? 90 കിലോമീറ്റർ, അതായത് 10 കിലോമീറ്റർ നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് കയറാം. ഇത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 51 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കോണി കയറിയിട്ട് തന്നെ പോവാം ഗൈസ്. വിശക്കുണ്ട് ഗൈസ്. മുകളിലെത്തിയിട്ട് വല്ലതും 50 കിലോമീറ്റർ, പകുതി കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ബണ്ണ് തിന്നാം. നമുക്ക് ഓക്കെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ പൊളി സാധനം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുകളിലേക്ക് കയറാം ഗൈസ്. ഇനി 25 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ മുകളിലേക്കും തോറും കയറും തോറും നല്ല രസകരമായി കാണുകയാണ്. ഓക്കെ 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 നമുക്ക് കയറി നോക്കാം. എൻ്റെ മോനെ, അപ്പോൾ നമ്മളങ്ങനെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വർഗത്തിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ പൊളിച്ച്. എൻ്റെ മോനെ ഈശ്വരാ, നോക്ക് ഗൈസ്. അപ്പം നമ്മളെന്തായാലും സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാതിൽ തുറക്കാം. എന്തായാലും
ഓക്കെ, നമുക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എൻ്റെ മോനെ ഇത് നോക്ക് ഗൈസ്, കട്ടില് സാധനങ്ങൾ. എൻ്റെ മോനെ പൊളിട്ടാ, പൊളി പൊളി പൊളി. നോക്ക്, പഴയ രാജകൊട്ടാരം പോലെ തന്നെ ഉണ്ട്. എന്തോ രാജകൊട്ടാരം എന്തോ ആണ്. ഇവിടെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്. പെട്ടിയൊക്കെ നമുക്ക് തുറന്നു നോക്കാം. മുന്നില് പൂക്കളൊക്കെ നിക്കുന്നുണ്ട് ഗൈസ്, പൊളി. പിന്നെ ഇവിടെയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് കയറാൻ വഴി കാണാനില്ല. ഓക്കെ, നോക്കാം നമുക്ക്. പൊളി സാധനം. എൻ്റെ മോനെ, അപ്പൊ നമ്മൾ പാവപ്പെട്ടവനാണ്, അത് കാരണം ഇവിടം വരെ നമുക്ക് വരാൻ കഴിയൂ. അപ്പൊ നമ്മൾ ഇവിടെ വന്നത് പൈസ കിട്ടുമോ നോക്കാനാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പെട്ടി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ പെട്ടി തുറന്നു നോക്കാം. ഇതിനു മുമ്പ് ഇതൊക്കെ നന്നായി കാണട്ടെ ഗൈസ്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്, ഈ ഡിസൈനും സാധനങ്ങളൊക്കെ. പിന്നെ ഇതെന്തോ പൊളിഞ്ഞിട്ട് മാറ്റിപ്പണിതാന്ന് തോന്നുന്നു. എന്തായാലും വാതിൽ അടച്ചു വെച്ചേക്കാം. ബുക്കുകളും ലൈബ്രറികളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയോ? ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം. എൻ്റെ മോനെ ഗൈസ്, ഇത് നോക്ക് ഗൈസ്, സ്വർണം ഡയമണ്ടും ബുക്കും എല്ലാം. അപ്പൊ സ്വർണം ഡയമണ്ടും ഒക്കെ നമുക്ക് ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്തായാലും ഒരു 4% മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 64 സ്വർണം, 64 ഡയമണ്ട്. ഈ പച്ച ഡയമണ്ടും കൂടി ഞാൻ എടുക്കുകയാണ് ഗൈസ്. ചെറിയൊരു ശതമാനം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ ബുക്കും. ഇത്രയും മതി എനിക്ക് ജീവിക്കാൻ ഈ കാലം മുഴുവൻ. അപ്പോൾ ഈ കാലം മുഴുവൻ എനിക്ക് ജീവിക്കാൻ കഴിയും ഈ സ്വർണം ഡയമണ്ടൊക്കെ കിട്ടിയത് കാരണം. എന്തോ ബുക്കാണ് ഇത്, എന്തിന്റെ ബുക്കാന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ പൊളിയാണ് ഗൈസ്, പൊളി സാധനം. നമുക്ക് പുറത്തിറങ്ങി ഒന്നും കൂടി നോക്കാം. പുറത്തുനിന്ന് ഇറങ്ങി നോക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് നല്ല ഭംഗി ഫീൽ ചെയ്യണത്. പിന്നെ ഇവിടെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണ് ഈ സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചിറങ്ങിയാലൊന്നൊരു ചിന്തയില്ല. അപ്പൊ ഞാൻ തിരിച്ചിറങ്ങാണ് എന്തായാലും. ഓക്കെ, ഇറങ്ങിയപ്പോ പെട്ടെന്ന് കഴിഞ്ഞു. കേറുമ്പോ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. നല്ല ടൈം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓ എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, നമ്മള് നിലത്തേക്ക് ഇറങ്ങാണ്. നല്ല ദൂരം തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. അയ്യോ എൻ്റെ മോനെ, പൊളി. അപ്പൊ നമുക്ക് 90. ഹലോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൺലൈൻ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ഒരു സ്വർഗത്തിലേക്കുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഈസ് മീ ജിജിൻ കെ വി സൈനിങ് ഔട്ട്.